നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ തലവര തെളിയുന്ന ഒരു സമയമുണ്ടാകും. അത് ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം. ചിലപ്പോൾ വിവാഹത്തിന് ശേഷമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈശ്വരന്റെ കരസ്പർശം ഏൽക്കുന്ന ഒരു സമയമുണ്ടാകും. വളരെ ചെറുപ്പത്തിൽ തലവര തെളിയുക എന്നുള്ളത് നല്ല രീതിയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയും ജീവിക്കാൻ ചെറുപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ സാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിദ്യാകാലത്ത് നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, മാതാപിതാക്കളുടെ ഉയർച്ച ഈ സമയത്തുണ്ടാകുക, അവർക്ക് എല്ലാം കൊണ്ടും പുണ്യകരമായിട്ടുള്ള സ്വാധീനം ഉണ്ടാകുക, അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുക. നല്ല സമയം തെളിയുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ ഒട്ടേറെ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകും. സമയം അനുകൂലമാകുകയും അവിടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ പിൻബലത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതോടുകൂടി ജീവിതത്തിൽ സമൃദ്ധികൾ വന്നു ചേരും. അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശം എന്ന് പറയുന്നത് നല്ലൊരു തൊഴിൽ ലഭിക്കാതെ വരുന്നതോടുകൂടി സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം വരാതെ ഉണ്ടാകുക, അതോടൊപ്പം തന്നെ അധിക ചെലവ് വന്നു ചേരുക, ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ മോശം സമയത്താണ്. മോശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഒട്ടേറെ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം. അത്തരത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു. അവസരങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങൾ. ഒരു ജോലി ലഭിക്കുക, ആ ജോലിയിൽ നിന്ന് ഉയർന്ന വരുമാനമുണ്ടാകുന്ന, ഉയർന്ന തസ്തിക ലഭിക്കുന്ന ഒരു ജോലി വീണ്ടും ലഭിക്കുക, ഒന്നിലധികം ജോലികൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുക, ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടാണ്. സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന്, ചിന്തയിൽ നിന്നൊക്കെ മാറുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒട്ടനവധി വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. യഥാശക്തി വഴിപാടുകൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഒരു നല്ല മുഹൂർത്തങ്ങൾ ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും, ഐശ്വര്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സമ്പൽ സമൃദ്ധി തന്നെയാണ്. സർവ്വകാര്യ വിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇഷ്ടകാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി വിളങ്ങുന്ന ഒരു സമയം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ധനപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. പണം ഇവരുടെ കയ്യിൽ വന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ഒട്ടനവധി അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നല്ല കാലം, അതായത് നല്ല സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും തിരികെ എത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാൻ പോവുകയാണ്.
ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിൽ നിന്നും ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. രാജയോഗ സമാനമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മുന്നേറ്റം എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന പൊന്നിൻ നിറത്തിൽ അവരുടെ ജീവിതം സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ധനപരമായിട്ടുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കത്തിച്ചൊലിക്കുന്ന നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. രാജ്യയോഗത്തിന് സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇവർക്ക് മാറ്റാൻ സാധിക്കും. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു വിദേശത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിലോ, വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന പഠന സാഹചര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ തെളിയുന്ന ഒരു സമയമാണ്. നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ചെയ്യേണ്ട അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്. പ്രത്യേകിച്ചും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ദമ്പതികൾ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം പല വിധത്തിലും തകർച്ചയിലായ ആളുകൾക്ക് ആ തകർച്ചകളൊക്കെ നേരിട്ടുകൊണ്ട് ഇവർക്ക് സ്നേഹബന്ധത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മികച്ച രീതിയിൽ ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ക്ലേശകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്നു. തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകുന്നതിനും താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് കുതിച്ചു വരാനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നല്ല മാറ്റങ്ങൾ, നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരു തേങ്ങ തലയ്ക്ക് മുകളിൽ 3 തവണ ഒഴിഞ്ഞുകൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ വെച്ചിട്ടുള്ള കല്ലിൽ എറിഞ്ഞുടയ്ക്കുക. ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ മാറുന്നതിനും ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധിക്കും. ഭഗവാന് കറുകുമാല ചാർത്തി പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ക്ലേശകരമായിട്ടുള്ള കുറച്ച് അനവധി ദിവസങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ തള്ളി നീക്കിയിരുന്നത് എന്ന് പറയുന്നത് ദുഃഖവും ദുരിതവും കൊണ്ടാണ്. മനസ്സിന് ഒട്ടാകെ സന്തോഷമില്ലാത്തൊരവസ്ഥകൾ, അതോടൊപ്പം തന്നെ മനസ്സന്തോഷം ഉണ്ടാകാത്ത രീതിയിലുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരിക. അതായത് ജീവിതം ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നല്ല സമയമാണ്. സമയം തെളിയുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോവുകയാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കരുതാൻ. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗവും ഒന്നിച്ചേർന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് സൂര്യ തേജസ്സോടുകൂടി കുതിച്ചു വരാൻ സാധിക്കുന്ന ഈശ്വരാധീനമൊക്കെ വളരെ അധികം അവരുടെ ജീവിതത്തിൽ കാണുന്നതിനും അവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതൊരു തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ വിശേഷം മാറുന്ന, വീട് നിർമ്മാണം പുരോഗതി പ്രാപിക്കുന്ന, വീട് നിർമ്മിച്ച് അതിൽ താമസമാക്കാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഇവർക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരും. അതോടൊപ്പം തന്നെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും. അഭിപ്രായ ഭിന്നതകളൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് ജോലിയിൽ ശോഭിക്കാൻ സാധിക്കും. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും.
ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് മോശകരമായിട്ടുള്ള അവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ശനിയുടെ ദോഷഫലങ്ങൾ അവർ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് അനുകൂലമായി കൊണ്ട് തന്നെ അവരുടെ സമയം തെളിയുന്നു. ഭാഗ്യത്തിന്റെ ആനുകൂല്യം അവർക്ക് വന്നു ചേരുകയും ഒട്ടേറെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ അവിടെ പരിശ്രമ ഫലമായിട്ട് അവർക്ക് ഏതെല്ലാം കാര്യത്തിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവരുടെ ജീവിതം സുന്ദരമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൂര്യ തേജസ്സോടുകൂടി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്നു. ഈ നക്ഷത്രക്കാരൊക്കെ ചെയ്യേണ്ടത് അവിടെ നവഗ്രഹ ദോഷ ശാന്തിക്ക് വേണ്ടി, ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ തെളിയുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ വളരെ വിശേഷമായി അഭികാമ്യമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ സ്വർണ്ണ തിലകത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും നേടുകയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.